ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 8th നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നുള്ള റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ജുഡീഷ്യറി സിസ്റ്റത്തിന് കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു എക്സാം ആയിരിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ ആർബിട്രേറ്റേഴ്സ് who settle disputes between individuals or private entities. ഓപ്ഷൻ ഇതാണ്: എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് എന്ന കോൺസെപ്റ്റിൽ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, കോടതികളാണ് കൂടുതലായും ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാനായിട്ട് അധികാരപ്പെട്ട അല്ലെങ്കിൽ ചുമതലപ്പെട്ട ആളുകൾ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം നമുക്ക് വളരെ എളുപ്പത്തിലെത്താം. അത് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റമാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ബോഡിയാണ് അല്ലേ. ഇത് ഗവൺമെൻറ്റിൻ്റെ വിങ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. നമുക്കറിയാം 3 വിങ്ങുകളാണ് പ്രധാനമായിട്ടും: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ ജുഡീഷ്യറി. അതേപോലെ ജുഡീഷ്യറി ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വിങ്ങാണ്. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്ര ചുമതലയാണ്, സ്വതന്ത്രമായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്ന ഒരു വിങ്ങാണ്. അതുപോലെ തന്നെ ഇംപാർഷ്യൽ ബോഡി, അവിടെ ഒരു പാർഷ്വാലിറ്റിയും ഒന്നിനോടുമില്ല അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനാണ് അത് എന്താണ് ചുമതലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ടേംസ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇൻ്റഗ്രേറ്റഡ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ബോഡിയാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം എന്നത്. ഇനി ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റത്തിൻ്റെ മോട്ടോ എന്താണ്? യഥോ ധർമ്മസ് തഥോ ജയ. യഥോ ധർമ്മസ് തഥോ ജയ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കുറേ മോട്ടോസ് തന്നിട്ട് ഏതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മോട്ടോ ഏത് ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം യഥോ ധർമ്മസ് തഥോ ജയ. എന്താണ് അതിൻ്റെ അർത്ഥം? വെയർ ദെയർ ഈസ് റൈറ്റ്സ്നെസ് ദർ ഈസ് വിക്ടറി. എന്താണ് പറയുന്നത്? എവിടെയാണോ ധർമ്മമുള്ളത്, ധർമ്മബോധമുള്ളത്, ന്യായബോധമുള്ളത്, അവിടെ എന്തുണ്ട്? അവിടെ വിജയവും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മോട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന്. ഇൻ്റർപ്രിറ്റിംഗ് ആൻഡ് അപ്ലൈയിങ് ലോസ്. അപ്പം നിയമങ്ങൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക, അതുപോലെ നടപ്പിലാക്കുക. അത് ആരുടെയാണ്? അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജുഡീഷ്യറിയാണ്. അതേപോലെ റിസോൾവിങ് ഡിസ്പ്യൂട്ട്സ്, ഇൻഡിവിജ്വൽസും ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സുകളുമായിട്ടുള്ള ഡിസ്പ്യൂട്ട്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റമാണ്. പിന്നെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് തന്നെ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ പ്രധാന ഘടകം. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങളുടെ എന്താണ് പ്രൊട്ടക്ഷൻ ആരിൽ നിക്ഷിപ്തമാണ്? ജുഡീഷ്യറി സിസ്റ്റത്തിൽ നിക്ഷിപ്തമാണ്. അതുപോലെ അപ്ഹോൾഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളെ എല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് ആരുടെ ധർമ്മമാണ്? ജുഡീഷ്യറി സിസ്റ്റത്തിൻ്റെ ധർമ്മമാണ്. അതുപോലെ എൻഷുറിംഗ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചസ്. നമ്മൾ പറഞ്ഞു 3 ബ്രാഞ്ചസിലെ ഒന്ന് ജുഡീഷ്യറി, ദ സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ്, തേർഡ് വൺ ലെജിസ്ലേച്ചറാണ്. അപ്പം മറ്റ് 2 ബ്രാഞ്ചസുകളായ എക്സിക്യൂട്ടീവിൻ്റെയും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവിൻ്റെയും അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുക അല്ലേ. അവരുടെ വർക്കിംഗ് കണ്ടീഷൻസും കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ ആർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്? ജുഡീഷ്യറി സിസ്റ്റത്തിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഫങ്ഷൻസ് നോക്കി വയ്ക്കുക. അപ്പം നമ്മുടെ രാജ്യത്ത് സുപ്രീം കോർട്ടാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു പിരമിഡൽ ഷേപ്പിലാണ്, ഒരു പിരമിഡൽ സ്ട്രക്ചറിലാണ് നമ്മുടെ രാജ്യത്ത് എന്ത് പോയിരിക്കുന്നത്? നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം പോകുന്നത്. താഴേക്ക് ലെവലിൽ ഒരുപാട് കോർട്ടുകൾ കാണും. മുകളിലേക്ക് വരും തോറും ഒരു അൾട്ടിമേറ്റ് കോർട്ടുണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ് കോർട്ട് ഏതാണ്? സുപ്രീം കോർട്ടാണ് അല്ലേ. അതിന് താഴെയായിട്ട് സ്റ്റേറ്റുകളിൽ ഹൈക്കോർട്ടുകളുണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടുകളുണ്ട്, പിന്നെ സബ് കോർട്ടുകളുണ്ട്. അതിനും താഴെയായി മുൻസിഫ് കോർട്ടുണ്ട്, മജിസ്ട്രേറ്റ് കോർട്ടുണ്ട്. എന്താണ് മുൻസിഫ് കോർട്ട്? ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വേണ്ടി പറയാം. ദ ലോവസ്റ്റ് ലെവൽ കോർട്ട് ഇൻ ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം that handles civil matters എല്ലാം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ലോവസ്റ്റ് ലെവൽ കോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ അത് മുൻസിഫ് കോർട്ടാണ്. എന്നാൽ ക്രിമിനൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന കോർട്ട് ഏതാണ്? അത് മജിസ്ട്രേറ്റ് കോർട്ടാണ്. അപ്പം മുൻസിഫ് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട് ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക. സിവിൽ ആണെങ്കിൽ മുൻസിഫ് കോർട്ടിലും ക്രിമിനൽ കേസുകളാണെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടിലുമാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. അടുത്ത കാര്യം പറയാമെന്നുള്ളത്, പിന്നെ ചില കോർട്ടുകളുണ്ട് അവിടെ രണ്ടും സിവിൽ കേസസും അതുപോലെ തന്നെ ക്രിമിനൽ കേസസുകളും നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള കോടതികൾ അറിയപ്പെടുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് കോർട്ടുകൾ എന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഡാഷ് ഈസ് ദ സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റി ഏതാണ്?
സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, മുനിസിപ്പൽ കോർട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇതിൻ്റെ ഉത്തരം സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാം. സുപ്രീം കോർട്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹയസ്റ്റ് കോർട്ട് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം നമ്മുടെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ കോർട്ട് ഓഫ് ഫോർ അപ്പീൽ. അത് സിവിൽ ആയിക്കോട്ടെ, ക്രിമിനൽ കേസുകളായിക്കോട്ടെ, ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സുപ്രീം കോർട്ടാണ്. ഇറ്റ് ഓൾസോ ഹാസ് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ ഉള്ളത് നമ്മുടെ സുപ്രീം കോർട്ടാണ്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന ഈ കോൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ സുപ്രീം കോർട്ടിന് മാത്രമേ ഉള്ളൂ ജുഡീഷ്യൽ റിവ്യൂ പവർ? അല്ല, ആർക്കും ഉണ്ട്, നമ്മുടെ ഹൈക്കോർട്ടിനുമുണ്ട്. പക്ഷേ ഏറ്റവും ഉന്നതമായ പദവി ഉള്ളത് സുപ്രീം കോർട്ടിനായതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂയുടെ അൾട്ടിമേറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോർട്ട് തന്നെയാണ്. Power of Supreme Court to review the law formulated by Parliament or state legislative assembly. If it is unconstitutional, the Supreme Court has a special power to suspend such laws. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സുപ്രീം കോർട്ടിന് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. അതായത് പാർലമെന്റ് അഥവാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർമുലേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ നിയമങ്ങൾ, ലോകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് എന്ന നിലപാടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ് എന്നുള്ള പക്ഷം സുപ്രീം കോർട്ടിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. ആ നിയമങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പവർ നമ്മുടെ സുപ്രീം കോർട്ടിനുണ്ട്. അത് ആലോചിക്കുക. ഓക്കെ, അപ്പം ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞു. അടുത്തത് എന്താണ്? ഇനി നമ്മൾ ഓർക്കേണ്ടത് ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 137, ആർട്ടിക്കിൾ 372(1) ഇതെല്ലാം ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, 28 ജനുവരി 1950 നമ്മൾ സുപ്രീം കോർട്ട് എന്ത് ചെയ്തത്? ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ അപ്പോഴാണോ ആദ്യമായിട്ടൊരു സുപ്രീം കോർട്ട് വന്നത്? അല്ല, അല്ലേ? ഇതിനൊരു മുൻഗാമിയുണ്ട്. ഓക്കെ, ആരാണ് മുൻഗാമി എന്ന് ചോദിച്ചാൽ അത് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. 1935 എസ്റ്റാബ്ലിഷ് ചെയ്ത ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയാണ് സുപ്രീം കോടതിയുടെ പ്രെഡിസസർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് ഏത് ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബേസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയായ ആർട്ടിക്കിൾസ് എന്നാണ്. ആർട്ടിക്കിൾ 124 to 147 ആണോ, 125 to 148, 124 to 147, 124 to 149 ഏതാണിടാ? ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ 124 to 147 ആണ്. അപ്പം ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 124 to 147 ആണ്. ഇനി സുപ്രീം കോർട്ട് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കടാ. ദ പാർട്ട് ആൻഡ് ആർട്ടിക്കിൾസ് നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞു അല്ലേ, ആർട്ടിക്കിൾ 124 to 147 ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പാർട്ട് ഏതാണിടാ? പാർട്ട് 5 ആണ്. അപ്പോൾ അത് കാര്യങ്ങൾ ഓർത്ത് പാർട്ട് 5 ആർട്ടിക്കിൾ 124 to 147 സുപ്രീം കോർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നു. ഇതിൽ സുപ്രീം കോർട്ടിൻ്റെ ഓർഗനൈസേഷനെ കുറിച്ചും അതിൻ്റെ ഇൻഡിപെൻഡൻസ്, അതിൻ്റെ അധികാര ചുമതലകൾ, അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ അധികാര ചുമതലകൾ, അതിൻ്റെ പവേഴ്സ്, അതിൻ്റെ മറ്റ് പ്രൊസീജിയർ എല്ലാം ഇത്രയും ആർട്ടിക്കിൾസിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. പാർട്ട് 5 ആണെന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഇതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിന്റെ ആണ്. ഇങ്ങനെ ഒരു ചോദ്യം വരാം, ദ ഡാഷ് ഹാസ് ദ പവർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി നമ്പർ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ്. അപ്പോൾ സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ നമ്പർ തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അത് കൂട്ടാനോ കുറയ്ക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അത് ഓർക്കുക. ഓക്കെ അല്ലേ? അടുത്തത് ദർ ഷാൽ ബി എ സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ. അപ്പം
ഇന്ത്യക്ക് ഒരു സുപ്രീം കോർട്ട് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 124. ഇപ്പോൾ 124 എന്താണ് പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ടാണ്. ആർട്ടിക്കിൾ 124 പറയുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ടാണ്. ഇതിൽ സുപ്രീം കോർട്ടിന്റെ കോമ്പോസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, മറ്റ് ജഡ്ജസിന്റെ നമ്പർ, ഇതിനെല്ലാം കുറിച്ചും എന്തിൽ പറയുന്നുണ്ട്? 124 എന്ന ആർട്ടിക്കിൾ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് ജഡ്ജസ്, സുപ്രീം കോർട്ടിൽ എത്ര ജഡ്ജ് വേണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? അത് പാർലമെന്റ് ആണ്. അപ്പം നമ്മളിതൊരു ചെറിയ റിവിഷനാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. ഇപ്പം നിങ്ങളൊന്ന് പെട്ടെന്ന് കേട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഇനി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചോദിക്കാം, ഇപ്പോൾ എത്ര ജഡ്ജസ് ആണ് സുപ്രീം കോർട്ടിലുള്ളതെന്ന് ചോദിച്ചാൽ ഇൻ ടോട്ടലായിട്ട് ചോദിക്കണമെങ്കിൽ മൊത്തം 34 ഉണ്ട് കേട്ടോ. മൊത്തം 34 ആണ്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണ് സുപ്രീം കോർട്ടിലുള്ളത്. ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജസുമാണ് നിലവിൽ സുപ്രീം കോർട്ടിലുള്ളത്. ഇനി നോക്കാടാ, അത് എന്നാൽ ഫോർമേഷൻ സമയത്ത് 1950 ഇത് 8 ആയിരുന്നു. അപ്പം ഇത് ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തതേ ഉള്ളൂ. അപ്പം നൗ നമുക്ക് 34 ജഡ്ജസ് ആണ്, 33 ജഡ്ജസ് പ്ലസ് 1 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് നമ്മുടെ സുപ്രീം കോർട്ടിലുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത്, ജഡ്ജസിന്റെ. ഇനി അടുത്തത്, സുപ്രീം കോടതിയിലെ ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണടാ? ഇത് ചീഫ് ജസ്റ്റിസ് ആയാലും ശരി, സുപ്രീം കോടതിയിലുള്ള മറ്റെല്ലാ ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, ആരാണ്? പ്രസിഡന്റ് ആണ്. ഡിസ്ട്രിക്ട് ജഡ്ജസ് ആർ, അപ്പം ആലോചിക്കടാ, അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെയും ജഡ്ജസിനെയും ചീഫ് ജസ്റ്റിസിനെയും എന്താണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ആര് തന്നെയാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. അപ്പം ഹൈക്കോർട്ടിലെയും സുപ്രീം കോടതിയിലെയും എല്ലാ ജഡ്ജസിനെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസുമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. എന്നാൽ ഡിസ്ട്രിക്ട് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. ജസ്റ്റ് ഒന്ന് കമ്പാരിസണിന് വേണ്ടി പറഞ്ഞതാണ്, ഒന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത് പറയുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഇസ് അപ്പോയിന്റഡ് ബൈ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഹാസ് ഹി ഡീംസ് നെസസറി. ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും മുൻനിരയിലുള്ള ജഡ്ജസുമാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസിനെ തീരുമാനിക്കാൻ സാധിക്കും. ഇത് ഒബ്ലിഗേറ്ററി അല്ല, ഇറ്റ് ഇസ് നോട്ട് ഒബ്ലിഗേറ്ററി, ഇത് കമ്പൽസറി അല്ല. പക്ഷേ ഇതുവരെയും നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തിൽ ആ ഒരു കോൺസെപ്റ്റിലാണ് നടന്നു പോയി. ആ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഒരു വ്യക്തിയെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നത് ആരോ തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി ഇത് ഒന്ന് ശ്രദ്ധിക്കാടാ. ദ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഇസ് ഒബ്ലിഗേറ്ററി. എപ്പോഴാണ് ഒബ്ലിഗേറ്ററി ആവുന്നത്? ഇൻ ദ കേസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അപ്പം ഒരു സുപ്രീം കോർട്ടിൽ ഒരു ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനോട് എന്ത് ചെയ്തിരിക്കണം? കൺസൾട്ട് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് പറയുന്നത്? ദി ഒപ്പീനിയൻ ഓഫ് ദ CJI മസ്റ്റ് ബി ഫോംഡ് ആഫ്റ്റർ ഡ്യൂ കൺസൾട്ടേഷൻ വിത്ത് എ കൊളീജിയം ഓഫ് അറ്റ്ലീസ്റ്റ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. അപ്പം അറ്റ്ലീസ്റ്റ് 4 സീനിയർ ജഡ്ജസ് ഉള്ള ഒരു കൊളീജിയം ഫോം ചെയ്യും. അതിനുശേഷം CJI അല്ലേ, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെയും കൂടെ കൺസൾട്ട് ചെയ്തിട്ടാണ് ആരെയാണ് സുപ്രീം കോർട്ടിൽ യോഗ്യമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ ജഡ്ജികളായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്. ഇനി പറയാനുള്ളത് ശ്രദ്ധിക്കുക, നമ്മൾ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, ജസ്റ്റ് ഒരു റിവിഷനാണ്. 2014 ഒരു അമെൻമെന്റ് വന്നു, 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അതുപോലെ തന്നെ 2014 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷനും വന്നു. അപ്പം ഇത് ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനിയും ഈ കൊളീജിയം വേണ്ട, ആ കൊളീജിയം സിസ്റ്റം വേണ്ട, ഒരു പുതിയ അതോറിറ്റി സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ തീരുമാനിക്കാൻ വരും എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അമെൻമെന്റ് പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്? 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് ആക്ട് ഓഫ് 2014 അതുപോലെ തന്നെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ 2014 കൊളീജിയൽ സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തു. ഏത് വർഷം? 2014 റീപ്ലേസ് ചെയ്തു.
അതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയൊരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ആ ബോഡിയാണ് സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജസുമാരെ തീരുമാനിക്കുന്നത്. ആ ബോഡിയുടെ പേരാണ് ദ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്, NJAC എന്ന് പറയും. അപ്പം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെ, ഇത് ഭരണഘടനയ്ക്കെതിരാണ് എന്ന കോൺസെപ്റ്റുമായി 2015 സുപ്രീം കോർട്ട് ഇതിനെ എന്ത് ചെയ്തു, ഡിക്ലെയർഡ് ബോത്ത് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിനെയും NJAC ആക്ടിനെയും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് വോയിഡ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ, ഇത് വോയിഡാണ്, ഇത് എന്താണ്, ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന കോൺസെപ്റ്റുമായിട്ട് 2014 വന്ന ഈ 2 അമെൻമെൻറ്റിനെയും ആക്ടിനെയും 2015 സുപ്രീം കോടതി എന്ത് ചെയ്തു, ബഹിഷ്കരിച്ചു. അപ്പം ഇനി ഇതില്ല, ഈ ഒരു കോൺസെപ്റ്റ് വേണ്ട എന്ന് വെച്ചു, റീപ്ലേസ് ചെയ്തു. ഓക്കെ, മനസ്സിലായി. ഇനിയും ഒരു സുപ്രീം കോടതി ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ സിറ്റിസൺ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെന്ന് പറയുന്നത് ഓർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കടാ, ഒന്നുകിൽ ഹൈക്കോർട്ടിൽ 5 വർഷം ജഡ്ജി ആയിരുന്നിരിക്കണം, ഹൈക്കോർട്ട് ജഡ്ജ് ആയിരിക്കണം. എത്ര വർഷം? 5 വർഷം. അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം ഹൈക്കോർട്ടിൽ. എത്ര വർഷം? 10 വർഷം. അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ് ആണ്, പ്രസിഡന്റിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് അദ്ദേഹം ഒരു നിയമജ്ഞനാണെന്ന് ഉറപ്പുള്ള ഒരാളായിരിക്കണം. അപ്പം എന്തൊക്കെയാണ്? ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, രണ്ടാമത്തത് ഹൈക്കോർട്ടിൽ 5 വർഷമെങ്കിലും ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ തന്നെ 10 വർഷമെങ്കിലും അഡ്വക്കേറ്റ് ആയിരിക്കണം. ഈ കോൺസെപ്റ്റ് ഉള്ള ആളുകളെയാണ് നമ്മൾ ആരായിട്ട് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ സുപ്രീം കോർട്ട് ജഡ്ജായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഓത്ത് ആൻഡ് അഫർമേഷൻ പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെല്ലുന്നതും അതെല്ലാം ആരുടെ മുമ്പ് തന്നെയാണ്? പ്രസിഡന്റിന്റെ മുന്നേ തന്നെയാണ് അല്ലേ? സത്യപ്രതിജ്ഞ എല്ലാം ആരുടെ മുന്നെയാണ്? പ്രസിഡന്റിന്റെ മുന്നെയാണ്. അപ്പം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നതെന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. അടുത്തത് കാലാവധി എന്ന് പറയുമ്പോൾ 65 വയസ്സാണ്. 65 വയസ്സാണ് സുപ്രീം കോർട്ടിൽ ജഡ്ജിൻ്റെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിൻ്റെയും കാലാവധി എന്ന് പറയുന്നത്. 65 വയസ്സ് പൂർത്തിയാകും വരെയാണ്. ഹൈക്കോർട്ടിലാണെങ്കിലോ ഇത് 62 വയസ്സാണ്. ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞാണ്. സുപ്രീം കോർട്ടിൽ 65 ആണ്, ഹൈക്കോർട്ടിൽ 62 ആണ്. ഇനി റെസിഗ്നേഷൻ കൊടുക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതൊരു പ്രോസസ്സ് വഴിയാണ്. ആ പ്രോസസ്സിന്റെ പേരാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് എന്ന പ്രോസസ്സിലൂടെ പ്രസിഡന്റ് ആരെ റിമൂവ് ചെയ്യും? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയോ അല്ലെങ്കിൽ ജഡ്ജസിനെയോ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ദ റെക്കമെൻഡേഷൻ ഓഫ് ദി പാർലമെന്റിന്റെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്തിട്ട് പ്രസിഡന്റ് ആണ് ഇംപീച്ച് എന്ന പ്രോസസ്സിലൂടെ പുറത്താക്കുന്നത്. ജഡ്ജ് ആയാലും ശരി, ചീഫ് ജസ്റ്റിസ് ആയാലും ശരി. ഇനി അങ്ങനെ നിലവിൽ ഇതുവരെയും ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെയോ അല്ലെങ്കിൽ ജസ്റ്റിസിനെയോ എന്ത് ചെയ്തിട്ടില്ല? പുറത്താക്കപ്പെട്ടിട്ടില്ല. അപ്പം എന്നാൽ ഈ ഇംപീച്ച്മെന്റിന് വിധേയമായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിമാർ ഉണ്ട്. അതാരാണെന്ന് നോക്കാടാ. ഫസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ് ടു ഫേസ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് ആരാണ്? ആദ്യമായിട്ട് ഈ പ്രൊസീഡിങ്സിന് വിധേയനായ വ്യക്തി എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. ഇദ്ദേഹത്തിന് ലോക്സഭയിലാണ് ഇദ്ദേഹത്തിന് എതിരായിട്ട് പ്രമേയം പാസ്സായത്. പക്ഷെ പിന്നീട് അതെന്താണ്, സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെയാണ് ഈ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. 2/3 മെജോറിറ്റിയാണ്. അപ്പം ഈ പ്രോസസ്സ് പക്ഷെ പിന്നീട് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. അപ്പം ഇംപീച്ച്മെന്റ് എന്ന പ്രോസസ്സിലേക്ക് ഒന്ന് തുടക്കമിട്ടുവെങ്കിലും അത് എന്ത് ചെയ്തില്ല, അത് പൂർണ്ണമായി നടന്നില്ല. അടുത്ത് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജ് ആദ്യമായിട്ട് ഇത് ഫേസ് ചെയ്തത് സൗമിത്ര സെൻ ആണ്. ജസ്റ്റിസ് സൗമിത്ര സെൻ ആണ്. ഇദ്ദേഹം കൽക്കട്ട ഹൈക്കോർട്ടിലാണ് കേട്ടോ. കൽക്കട്ട ഹൈക്കോർട്ടിലെയാണ്. ഇദ്ദേഹത്തിനെതിരായിട്ട് പരാമർശം വന്നത് രാജ്യസഭയിലാണ് കേട്ടോ. രാജ്യസഭയിലാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇത് വന്നത്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടി മാത്രം. അടുത്തത് ആർട്ടിക്കിൾ 125 അപ്പോൾ ശ്രദ്ധിക്കേടാ. സാലറീസ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് ഓഫ് സുപ്രീം കോർട്ട് പരാമർശമുള്ള ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 124 മുതൽ 147 വരെ എന്താണ് സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ ആർട്ടിക്കിൾ 125 എന്താണ് പറയുന്നത്? സാലറീസ് ആണ് പറയുന്നത്. അപ്പം നിങ്ങൾ വെറുതെയെങ്കിലും സാലറീസ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ. അപ്പോൾ സാലറീസിനെ കുറിച്ച് പരാമർശമുള്ള ആർട്ടിക്കിളാണ് 125. ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി എത്രയാണെന്ന് ചോദിച്ചത് 2,80,000 ആണ്. 2,80,000 രൂപയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി. ഇനി ജഡ്ജസിൻ്റെ സാലറി ഏതാണ് സുപ്രീം കോടതിയിലെ? അത് 2,50,000 ആണ്. 2,50,000 രൂപയാണ്. അപ്പം ഈ സാലറീസിനെ എന്താണ് വൈസ് പ്രസിഡന്റൊക്കെ ആയാലും സാലറീസ് പരാമർശമുള്ളത് ഏത് ഷെഡ്യൂളിലാണ് എന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിൻ്റെ സാലറിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 125. അതിൽ CJIയുടെ സാലറി എന്ന് പറയുന്നത് 2,80,000 രൂപയാണ്. ജഡ്ജസിൻ്റെ സാലറി എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. സാലറിയെ എല്ലാം കുറിച്ച് പരാമർശമുള്ള ഷെഡ്യൂൾ ഏത് എന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ഷെഡ്യൂളാണ്. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആർട്ടിക്കിൾ 126 പറയുന്നത് അപ്പോയിൻമെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, അതായത് ഇൻ കേസ് ചീഫ് ജസ്റ്റിസിന്റെ വേക്കൻസിയിൽ ആരുമില്ല, അല്ലെങ്കിൽ ആ ചീഫ് ജസ്റ്റിസ് എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ആ പോസ്റ്റിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരും. അദ്ദേഹമാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഏതെങ്കിലും ഒരു ജഡ്ജിനെ ആയിരിക്കും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 126 ആണ് കേട്ടോ. ഇനി അപ്പോയിൻമെന്റ് ഓഫ് അഡോക് ജഡ്ജസ് എന്താണ്? ഇപ്പം ഇവിടെ നമ്മൾ ആക്ടിംഗ് നമ്മൾ അഡോക് എന്ന വാക്ക് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലേ? ഫോംഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാരണങ്ങൾ കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയിൽ ഒരു പുതിയൊരു ജഡ്ജിനെ ഹൈക്കോർട്ടിൽ നിന്ന് വല്ലതും ഒരു പുതിയൊരു ജഡ്ജിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് ആണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 127 ആണ്. അപ്പം 127 എന്ത് പറയുന്നു? അപ്പോയിൻമെന്റ് ഓഫ് അഡോക് ജഡ്ജസ്. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നേരത്തെ തന്നെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചിരിക്കണം? അനുമതി ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ഹൈക്കോർട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസുമായിട്ടും കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള കൺസൾട്ടേഷൻ നടന്നിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി. അഡോക് ജഡ്ജസിന്റെ അപ്പോയിൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 127 ആണ്. അടുത്തത് അപ്പോയിൻമെന്റ് ഓഫ് റിട്ടയർഡ് ജഡ്ജസ്. ഇതും എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. റിട്ടയർഡ് ജഡ്ജസിനെ ഇൻ കേസ് എന്തെങ്കിലും എന്തെങ്കിലും പർട്ടിക്കുലർ ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ടെമ്പററി ആയിട്ട് പോസ്റ്റ് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റാണ് അപ്പോയിൻമെന്റ് ഓഫ് റിട്ടയർഡ് ജഡ്ജസ്. പക്ഷെ നിലവിലെ സുപ്രീം കോടതി ജഡ്ജായ BV ഗവായി ഇന്നത്തെ ന്യൂസ് പേപ്പറിലുള്ള വാർത്തയാണ് അത് അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം റിട്ടയർഡ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 128 ആണ്. അപ്പം 126, 27, 28, 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ, 127 അഡോക് ജഡ്ജസിനെ, 128 റിട്ടയർഡ് ജഡ്ജസിനെ. ഓക്കെ. അടുത്ത 125 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. 129 സുപ്രീം കോർട്ടിന് കോർട്ട് ഓഫ് റെക്കോർഡ് എന്നുള്ള സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് അല്ലേ? എല്ലാ കീഴ്ക്കോടതികളുടെ എല്ലാത്തിൻ്റെയും റെക്കോർഡ് എന്ത് തന്നെയാണ്? ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോർട്ടായ സുപ്രീം കോർട്ട് തന്നെയാണ്. അപ്പോൾ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പരാമർശമുള്ള സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 129 ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 29 സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് ഓർത്ത് വെക്കുക. ഇനിയും ആർട്ടിക്കിൾ 130 പറയുന്നത് സീറ്റ് ഓഫ് സുപ്രീം കോർട്ടാണ്. നിലവിൽ നമുക്കറിയാം ന്യൂഡൽഹിയിലാണ്, തിലക് മാർഗിലാണ് നമ്മുടെ സുപ്രീം കോർട്ട് നിലനിൽക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ സീറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, സീറ്റ് പ്രസിഡന്റിന്റെ കൺസൾട്ടേഷൻ വെച്ച് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന് സീറ്റ് മാറ്റാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 130 ആണ്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾ ഒന്ന് നോക്കിക്കൊള്ളുക. കോർട്ട് ഓഫ് റെക്കോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആർട്ടിക്കിൾ 129 ആണ്. ഓക്കെ അല്ലേ? ഇനിയും ഇതിൻ്റെ കുറേ അതിൻ്റെ അധികാര പരിധികളുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഇതിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 131 അപ്പം എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് സെൻട്രലും സ്റ്റേറ്റുമായിട്ടോ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്സ് മാത്രമായിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് എല്ലാം
നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടും. അത് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 131. ഓക്കെ, അടുത്ത് പറഞ്ഞത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 132. ഓക്കെ, ജഡ്ജ്മെന്റ്. അപ്പോൾ ലോവർ കോർട്സിന്റെ ജഡ്ജ്മെന്റിന് എതിരായിട്ട് അപ്പീൽ കൊടുക്കാനുള്ള സുപ്രീം കോടതിയുടെ പവറിനെ കുറിച്ച് പരാമർശമുള്ള അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന കോൺസെപ്റ്റ് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 132 ആണ്. ഇനിയും റിവൈസറി ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 137 ആണ്. അപ്പം പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്സ് ആൻഡ് ഓർഡേഴ്സ്, സ്വന്തമായിട്ട് ഓൾറെഡി എടുത്ത ജഡ്ജ്മെന്റ്സിനെ ഒന്നും കൂടി റിവ്യൂ ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് റിവൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? ആർട്ടിക്കിൾ 137 137 ആൾറെഡി എടുത്തിട്ടുള്ള എന്തെങ്കിലും പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വിധിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യാനുള്ള അധികാരത്തെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. 137 റിവൈസറി ജൂറിസ്ഡിക്ഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് റിറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ് അല്ലെ. റിറ്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു 139 ആർട്ടിക്കിൾ 139 റിറ്റ് ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 32 റിട്ട് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അല്ലെ. നമ്മൾ 5 റിട്ടുകളെ കുറിച്ച്, ഹേബിയസ് കോർപ്പസ് അല്ലെ, മാൻഡമസ്, അങ്ങനെയുള്ള 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 139 ആണ്. അപ്പം സുപ്രീം കോടതിയുടെ റിറ്റ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അതിന്റെ ജൂറിസ്ഡിക്ഷൻ, അതിന്റെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 139, ആർട്ടിക്കിൾ 139 ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ് അല്ലെ. ആർട്ടിക്കിൾ 143 എന്താണ് പരാമർശിക്കുന്നത്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അത് ഉപദേശം കൊടുക്കാനുള്ള അധികാരപരിധി അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസിഡന്റിന് ആവശ്യമുണ്ടെങ്കിൽ ചില മാറ്റേഴ്സിന്, ലീഗൽ മാറ്റേഴ്സിനെല്ലാം സുപ്രീം കോടതിയിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായിട്ടും എന്ത് ചെയ്യാം, അവരുടെ അഡ്വൈസ് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പരാമർശമുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓടിച്ചു നോക്കാം. നമ്മുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണിടാ? ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ്. BR ഗവായി എന്ന് അറിയപ്പെടുന്ന ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് നിലവിലെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ? എന്നാൽ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? അത് സഞ്ജീവ് ഖന്നയായിരുന്നു. ഈ വർഷമാണ് BR ഗവായി അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിനു മുന്നേ ആയിരുന്നു സഞ്ജീവ് ഖന്നയായിരുന്നു 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. എന്നാൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് HJ കാനിയാണ്. SJ കനിയ അല്ലെങ്കിൽ കാനിയ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാം. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു HJ കാനിയ. ഫസ്റ്റ് മലയാളി ടു ബിക്കം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന പദവിയിൽ എത്തുന്ന ആദ്യ മലയാളി ആര് എന്നാണ് ചോദ്യമെങ്കിൽ അത് KG ബാലകൃഷ്ണനാണ്. 37ാമത്തെ വ്യക്തിയാണ്, 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് മലയാളിയായ ആദ്യത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. ഇനി ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഏറ്റവും കൂടുതൽ നാൾ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് YV ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്. എന്നാൽ ഷോർട്ടസ്റ്റ് ടെന്യൂർ, ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തി ആര് എന്നാണ് ചോദ്യമെങ്കിൽ അത് കമൽ നാരായൺ സിംഗ് ആണ്. കമൽ നാരായൺ സിംഗ് ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ടെന്യൂറിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് സേവനമനുഷ്ഠിച്ചത്. ഇനി ഫസ്റ്റ് മുസ്ലിം ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ആദ്യ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ഇനി ഫസ്റ്റ് മലയാളി സുപ്രീം കോർട്ട് ജഡ്ജി പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് P ഗോവിന്ദ മേനോൻ. അപ്പം ജസ്റ്റിസ് P ഗോവിന്ദ മേനോനാണ് മലയാളിയായ സുപ്രീം ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വ്യക്തിത്വം. ഇനി ഫസ്റ്റ് വിമൻ ആരെങ്കിലോ സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ വിമൻ ആരെന്ന് ചോദിച്ചാൽ വിമൻ ആരായിരുന്നു? നമ്മുടെ മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ്. സെക്കൻഡ് ജസ്റ്റിസ് സുജാത മനോഹർ ആണ്. ഫസ്റ്റ് ഫാത്തിമ ബീവി. അവരുമായിട്ട് ബന്ധപ്പെട്ട ആ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അടുത്തത്
ലോങ്സ്റ്റ് സെർവിങ് വുമൻ ജഡ്ജ്, ഒരു വിമൻ ആയിരിക്കെ ലോങ്സ്റ്റ് സെർവ് ചെയ്ത വ്യക്തി, സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് ഏറ്റവും കൂടുതൽ കാലം സെർവ് ചെയ്ത വിമൻ ആര് എന്ന് ചോദിച്ചാൽ, വുമൻ ആര് എന്ന് ചോദിച്ചാൽ അത് റുമ പാൽ ആണ്. ആരാണ്? റുമ പാൽ. ഫസ്റ്റ് CI ടു ബി അപ്പോയിന്റഡ് ആസ് എ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയതിനു ശേഷം പിന്നീട് ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ പദവിയിലേക്ക് വന്ന വ്യക്തിത്വമാണ് പി സദാശിവൻ. 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു പി സദാശിവൻ. അടുത്തത്, ഇനി ഒരു അച്ഛനും മകനും ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയിട്ടുണ്ട്. ആരായിരുന്നു? ജസ്റ്റിസ് YV ചന്ദ്രചൂഡും ജസ്റ്റിസ് DY ചന്ദ്രചൂഡും. ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓക്കെ. അടുത്തത്, ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ലോക്സഭ സ്പീക്കർ ആഫ്റ്റർ ബിക്കമിങ് എ സുപ്രീം കോടതി. ലോക്സഭാ സ്പീക്കർ പദവിയിലെത്തി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ശേഷം ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതി ജഡ്ജ് ആയതിനു ശേഷം ലോക്സഭാ സ്പീക്കർ പദവിയിലെത്തിയ വ്യക്തിത്വമാണ് ജസ്റ്റിസ് KS ഹെഡ്ജ്. അപ്പോൾ KS ഹെഡ്ജ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ലോക്സഭാ സ്പീക്കർ പദവിയിലെത്തിയ സുപ്രീം കോടതി ജഡ്ജി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് KS ഹെഡ്ജ് ആണ്. ഇനി ഓൺലി ചീഫ് ജസ്റ്റിസ് ടു ബി ദ ആക്ടിംഗ് പ്രസിഡന്റ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയ ഒരേ ഒരു ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, പ്രസിഡന്റിന്റെ പദവി വേക്കൻ്റ് ആണെങ്കിൽ വൈസ് പ്രസിഡന്റും, ഇനി വൈസ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെയും പദവി വേക്കൻ്റ് ആവുന്ന സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ പദവി ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത ആദ്യ വ്യക്തിത്വമാണ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ്? സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് വരുമ്പോൾ മസ്റ്റായിട്ടും ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ്റെ ബാക്കി ഭാഗത്തേക്ക് വായിച്ചു പോകാം. അപ്പം ഓപ്ഷൻസിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ ഇതാണ്. റിട്ടയർമെന്റ് ഏജ് ഓഫ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് 65. നമ്മൾ 65 ആണെന്ന് പഠിച്ചു അല്ലേ. സാലറി ഓഫ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് ഗീവൺ ഫ്രം ദ കണ്ടിൻജൻസി ഫണ്ട്. നിങ്ങളത് ഓർക്കുക. ഒരിക്കലും ഈ ഫണ്ടിൽ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നല്ല, ഏതിൽ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ഇവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഷെഡ്യൂൾ 2 എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം കണ്ടിൻജൻസി ഫണ്ട് അല്ല, കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത്, ദ ഫസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് HJ കാനി അഥവാ ഹരിലാൽ J കാനിയാണ്. നമ്മൾ വായിച്ചു, അത് ശരിയായ പ്രസ്താവനയാണ്. YV ചന്ദ്രചൂഡ് ഇസ് ദ ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഇന്ത്യ. YV ചന്ദ്രചൂഡാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചത്. അത് ശരിയായ കോൺസെപ്റ്റാണ്. അപ്പം ഇതും ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അപ്പോൾ 1, 3 and 4 ആണ് നമ്മുടെ ആൻസർ. 1, 3 and 4. ഇനിയും ഹൈക്കോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ, ഹൈക്കോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേറ്റ് വൈസ് നമുക്ക് കോടതികളുണ്ട്. ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ സുപ്രീം കോർട്ടാണെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് സ്റ്റേറ്റുകളിൽ കാണപ്പെടുന്ന ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ശ്രദ്ധിക്കുക. 214 അതായത് 214 മുതൽ 231 വരെയുള്ള ആർട്ടിക്കിളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 214 പ്രൊവൈഡ്സ് ഫോർ എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. അപ്പോൾ എന്താണ്? ഓരോ സ്റ്റേറ്റിനും ഒരു ഹൈക്കോർട്ട് വേണം എന്ന് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 214 ആണ്. ആർട്ടിക്കിൾ 215 എന്ത് പറയുന്നു? ഹൈക്കോർട്ട് ആർ കോർട്ട് ഓഫ് റെക്കോർഡ്. നമ്മൾ പറഞ്ഞു 129 അല്ലേ. ആർട്ടിക്കിൾ 129 നമ്മൾ പറഞ്ഞു സുപ്രീം കോർട്ട് ആക്ട് ആസ് കോർട്ട് ഓഫ് റെക്കോർഡ്. ഇവിടെ ഹൈക്കോർട്ട് എന്ത് ചെയ്യുന്നു? ഹൈക്കോർട്ടിന്റെ കോർട്ട് ഓഫ് റെക്കോർഡ് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 215 215 ആണ്. ആർട്ടിക്കിൾ 216 പറയുന്നത് ഓരോ ഹൈക്കോർട്ടിൽ ഓരോ ഹൈക്കോർട്ടിലും ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഉണ്ടായിരിക്കും എന്ന് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 216 216 പറയുന്നത് എന്താണ്? ഈച്ച് ഹൈക്കോർട്ട് ഷാൽ കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ആസ് ദ പ്രസിഡന്റ് മേ ഡിറ്റർമൈൻ. ഓക്കെ. 217 ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? അപ്പോയിൻമെന്റ് ആണ്. അപ്പോയിൻമെന്റിനെ കുറിച്ച് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് നമ്മൾ പറഞ്ഞല്ലേ. ഹൈക്കോർട്ടിലായാലും ശരി സുപ്രീം കോർട്ടിലായാലും ശരി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അതിൻ്റെ അപ്പോയിൻമെന്റ് ഓഫ് ദി
ജഡ്ജസ് ആൻഡ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 217. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ സുപ്രീം കോർട്ടിൻ്റെ കോർട്ട് ഓഫ് റെക്കോർഡും ഓർത്ത് വയ്ക്കണം. ഇനിയും ആർട്ടിക്കിൾ 219 പറയുന്നത് സത്യപ്രതിജ്ഞയായിട്ടാണ് അല്ലേ. ഹൈക്കോർട്ടിലെ ജഡ്ജസിൻ്റെയും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെയും സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് ആർട്ടിക്കിൾ 219 ആണ്. ഇനി അധികാരപരിധി, ഒരു ഹൈക്കോർട്ടിൻ്റെ അധികാരപരിധിയെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 225. ആർട്ടിക്കിൾ 225 ജൂറിസ്ഡിക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഹൈക്കോർട്ട്. നിലവിലുള്ള ഹൈക്കോർട്ടിൻ്റെ അധികാരപരിധിയെക്കുറിച്ച് പരാമർശമുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 225. ഓക്കെ, ഇനി ഗ്രാൻസ് ഹൈക്കോർട്ട് ദ പവർ ടു ഇഷ്യൂ സെർട്ടൻ റിറ്റ്. നമ്മൾ പറഞ്ഞല്ലേ റിറ്റുകൾ പുറപ്പെടുവിക്കാനുള്ള ഹൈക്കോർട്ടിൻ്റെ അധികാരപരിധിയെക്കുറിച്ച് പരാമർശമുള്ളത് ഏതാണ്? ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 റിട്ട് അധികാരപരിധി ഹൈക്കോർട്ടിന് ഉണ്ട് എന്ന് പരാമർശിക്കുന്നത്. 32 ആണ് സുപ്രീം കോർട്ടിന് റിട്ട് പരാമർശ പദവി ഉണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 226 പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പരാമർശിക്കുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 139 ആണ്. അടുത്ത ആർട്ടിക്കിൾ 227 എന്താണ് പറയുന്നത്? എല്ലാ കോർട്ടുകളെയും തൻ്റെ അധികാര പരിധിയിലുള്ള എല്ലാ കോർട്ടുകളെയും സൂപ്രണ്ടൻസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, പവർ ആർക്കുണ്ട്, നമ്മുടെ ഹൈക്കോർട്ടിനുണ്ട് എന്ന് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 227. ആർട്ടിക്കിൾ 227 എന്താണ് പറയുന്നത്? ഗ്രാൻസ് ദി ഹൈക്കോർട്ട് power of superintendence at over all courts within its jurisdiction. Okay. ആർട്ടിക്കിൾ 230 എന്താണ് പറയുന്നത്? എക്സ്റ്റെൻസ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്സ് ടു യൂണിയൻ ടെറിട്ടറീസ് അല്ലേ. യൂണിയൻ ടെറിട്ടറീസിൽ ചിലപ്പം ചില യൂണിയൻ ടെറിട്ടറീസിനും കൂടി ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ഹൈക്കോർട്ടിൻ്റെ അധികാര പരിധിയിൽ വരാം. അതിനെക്കുറിച്ച് പരാമർശമുള്ള ആർട്ടിക്കിളാണ് 230. ഇതുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻ്റ് ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അത് 7th Amendment Act 1956. 1956 7ാമത്തെ 7th Amendment ആക്ടിലാണ് എന്ത് പറയുന്നത്? സുപ്രീം കോർട്ട് ഹൈക്കോർട്ടിന് യൂണിയൻ ടെറിട്ടറിയിലുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 231 എന്താണ് പറയുന്നതടാ? എ കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more states. അപ്പോൾ ആവശ്യമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളുടെ ഹൈക്കോർട്ട് ഒരു ഹൈക്കോർട്ടിന് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ അധികാര പരിധിയെക്കുറിച്ച് പരാമർശമുള്ള ആർട്ടിക്കിളാണ് 231. അതും ഏത് തന്നെയാണ്? 7th Amendment Act 1956 ഈ രണ്ട് കാര്യങ്ങളും യൂണിയൻ ടെറിട്ടറീസ് ആയിക്കോട്ടെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്സിൻ്റെ അധികാര ചുമതലകളെ കുറിച്ച് പറയുന്നതും ഏത് അമെൻമെൻറ്റിലാണ് എന്ന് ചോദിച്ചാൽ അത് 7th Amendment Act 1956. അത് നമ്മൾ കേരള ഹൈക്കോർട്ട് എന്താണെന്ന് നോക്കാം അല്ലേ. കേരള ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യമെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1956 നവംബർ 1 1956 നവംബർ 1 കേരള ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണിടാ? കൊച്ചിയാണ്. എറണാകുളത്ത് കൊച്ചിയിലാണ് നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ ആസ്ഥാനം. ഇനി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് KT കോശിയാണ്. KT കോശിയായിരുന്നു നമ്മുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. ഫസ്റ്റ് വിമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് എന്ന് ചോദിച്ചാൽ അത് സുജാത V മനോഹർ ആയിരുന്നു. ആരാണ്? സുജാത V മനോഹർ. ഇനി ഫസ്റ്റ് മലയാളിയാണെങ്കിലോ അത് KK ഉഷ. അപ്പോൾ ആലോചിക്കുക, ഫസ്റ്റ് വിമൻ ആണ് എങ്കിൽ സുജാത V മനോഹർ. ഫസ്റ്റ് മലയാളി വിമൻ ആണ് എന്ന് ചോദിച്ചാൽ അത് KK ഉഷയാണ്. ഇനി പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ്, നിലവിൽ കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് നിതിൻ മധുകർ ജാംദാറാണ്. 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിലെ കേരള ചീഫ് ജസ്റ്റിസ് ആര് എന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ്? നിതിൻ മധുകർ ജാംദാറാണ്. 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിൽ സുപ്രീം കോടതിയിൽ 52ാമത്തതും കേരള ഹൈക്കോടതിയിൽ 39ാമത്തതും ചീഫ് ജസ്റ്റിസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി കേരള ഹൈക്കോർട്ടിൻ്റെ അധികാര പരിധിയിൽ വരുന്ന യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് കേരള ഹൈക്കോർട്ടിൻ്റെ അധികാര പരിധിയിൽ വരുന്ന യൂണിയൻ ടെറിട്ടറിയാണ്. തിരിച്ചു ചോദിക്കാം,
ലക്ഷദ്വീപ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ഏത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോർട്ടിൻ്റെ പരിധിയിലാണ് വരുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എഴുതേണ്ടത് കേരള ഹൈക്കോർട്ട് എന്നാണ്. അടുത്തത്, ഹൈക്കോടതിയിലെ ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ കൺസൾട്ടേഷൻ എന്താണ്, ഇപ്പം കേരള ഹൈക്കോടതിയിൽ പ്രസിഡന്റാണ് ജഡ്ജിനെയും ചീഫ് ജസ്റ്റിസിനെയും എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ദി അപ്പോയിൻമെന്റ് ഈസ് മെയ്ഡ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആരോടൊക്കെയാണ് കൺസൾട്ട് ചെയ്യുന്നത്? ആ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുമ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോട് കൺസൾട്ട് ചെയ്യുന്നു. ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്, അതാത് സംസ്ഥാനങ്ങളുടെ ഗവർണറോടും. ഇൻ ദ കേസ് ഓഫ് അപ്പോയിൻമെന്റ് അതർ ദാൻ ദ ചീഫ് ജസ്റ്റിസ്, ദ ജസ്റ്റിസ് ഓഫ് ദി ഹൈക്കോർട്ട്. ഇനിയും ചീഫ് ജസ്റ്റിസ് ആണ് എങ്കിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെയും അതാത് സംസ്ഥാനത്തിൻ്റെ ഗവർണറിൻ്റെയും എന്താണ് അവരോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഇനിയും ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ ആ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്യുന്നു. അത് മനസ്സിലാക്കുക. അടുത്തത്, സത്യപ്രതിജ്ഞ എല്ലാം ആരുടെ മുന്നാകെയാണെടാ? ഗവർണറാണ് കേട്ടോ. ഗവർണർ, ദ ഓത്ത് ഓഫ് ഓഫീസ് ഫോർ ഹൈക്കോർട്ട് ജഡ്ജസ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവർണറാണ്. അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത്, ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ. എന്നാൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് ആർക്കാണ്? അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. അപ്പം ഓത്ത് ഗവർണറുടെ മുന്നിലാണ് എങ്കിൽ റെസിഗ്നേഷൻ ആരുടെ മുന്നിലാണ്? പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ നൽകുന്നത്. അടുത്തത്, ക്വാളിഫിക്കേഷൻ ഓഫ് എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ടാണ്. ഒരു ഹൈക്കോർട്ട് ജഡ്ജിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെടാ? മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സുപ്രീം കോർട്ടായാലും ശരി ഹൈക്കോർട്ടിലായാലും ശരി ജഡ്ജോ ജസ്റ്റിസോ ഒക്കെ ആവണമെങ്കിൽ ഹി മസ്റ്റ് ബി എ ഇന്ത്യൻ സിറ്റിസൺ. പിന്നെ പറയുന്നത് മസ്റ്റ് ഹാവ് ഐദർ ഹെൽഡ് എ ജുഡീഷ്യൽ ഓഫീസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ്, ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിൽ അറ്റ്ലീസ്റ്റ് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഓഫ് അഡ്വക്കേറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 10 ഇയേഴ്സ് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ഓഫീസിൽ 10 വർഷം സർവീസിലുള്ള പരിചയം വേണം. അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ഒരു 10 വർഷത്തോളം സേവനമനുഷ്ഠിച്ച ഒരു അഡ്വക്കേറ്റിനാണ് ഹൈക്കോർട്ട് ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി മന്ത്ലി സാലറി ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, നേരത്തെ സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിൻ്റെ മന്ത്ലി സാലറി എത്രയാണെടാ? അത് 2,50,000 ആണ്. 2,50,000 ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടിൻ്റെ സാലറി. ഓക്കെ, അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ നമ്മൾ പറഞ്ഞു അല്ലേ എത്രയായിരുന്നു? 2,80,000 ആയിരുന്നു. അവിടുത്തെ ജഡ്ജസിൻ്റെ സാലറി എന്തായിരുന്നു? 2,50,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജിയുടെ സാലറി ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിന്റെ സാലറിയും ഈക്വൽ ആണ്. സുപ്രീം കോർട്ടിലെ എന്താണ് ഒരു ജഡ്ജിന്റെ സാലറി ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിന്റെ സാലറിയും ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത് കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പം ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയാലും ശരി ജഡ്ജസ് ആയാലും ശരി ഇവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിൽ നിന്നുമാണെന്ന് ചോദിച്ചാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നും ഓപ്ഷനിൽ കാണും. പക്ഷെ ശ്രദ്ധിക്കുക, ഹൈക്കോർട്ട് ജഡ്ജിൻ്റെയോ ചീഫ് ജസ്റ്റിസിൻ്റെയോ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റിൽ നിന്നാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 62 ഇയേഴ്സ് ആയിരുന്നു. സുപ്രീം കോർട്ട് 65 ആയിരുന്നു. ഹൈക്കോർട്ട് വരുമ്പോൾ അത് 62 ആണ്. യഥാർത്ഥത്തിൽ ആദ്യകാലങ്ങളിൽ 60 വയസ്സായിരുന്നു ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ്. എന്നാൽ 15th അമെൻമെൻറ്റ് ആക്ട് 1963 അത് 62 വയസ്സായിട്ട് ഉയർത്തി. ഓക്കെ അല്ലേ? അപ്പം ഓർത്ത് വയ്ക്കുക, സാലറി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, ഒരു ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്ടുകളുണ്ട് എന്ന് ചോദിച്ചാൽ നിലവിൽ 25 ഹൈക്കോർട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. എത്ര ഹൈക്കോർട്ട് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിലവിൽ 25 ഹൈക്കോർട്ടുകളാണ് ഉള്ളത്. നമുക്കറിയാം 2025 25 എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി.
ഇനി 25ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഫോം ചെയ്ത ഹൈക്കോർട്ട് ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോർട്ടാണ്. അതെവിടെയാണ്? അമരാവതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2019 ജനുവരി 1-നാണ്. അപ്പം ഇന്ത്യയിലെ മൊത്തം 25 ഹൈക്കോർട്ടുകളാണ് ഉള്ളത്. അതിൽ ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോർട്ട് എവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഫോം ചെയ്തത് ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ടാണ്. അത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 2019 ജനുവരി 1-നാണ്. എവിടെ? അമരാവതിയിലാണ്. ഇനി ഏറ്റവും പഴക്കമുള്ള ഹൈക്കോർട്ട് എന്ന് ചോദിച്ചാൽ അത് കൽക്കട്ട ഹൈക്കോർട്ടാണ്. അപ്പോൾ കൽക്കട്ട ഹൈക്കോർട്ടാണ് ഏറ്റവും പഴക്കമുള്ള ഹൈക്കോർട്ട്. അപ്പോൾ കൽക്കട്ട ഹൈക്കോർട്ട്, ബോംബെ ഹൈക്കോർട്ട്, മദ്രാസ് ഹൈക്കോർട്ട് ഇവയാണ് ആദ്യമായിട്ട് സ്ഥാപിച്ച ഹൈക്കോർട്ടുകൾ. ഇതിൽ ഏറ്റവും ആദ്യം പ്രവർത്തനം ആരംഭിച്ചതാണ് കൽക്കട്ട ഹൈക്കോർട്ട്. ഇനി ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ള ഹൈക്കോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അലഹബാദ് ഹൈക്കോർട്ടാണ്. അലഹബാദ് ഹൈക്കോർട്ടാണ് ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ള ഹൈക്കോർട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കടാ, ഏറ്റവും കൂടുതൽ ജഡ്ജസ് അലഹബാദ് ഹൈക്കോർട്ടിലാണ്. ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാവിംഗ് മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അണ്ടർ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. തൻ്റെ അധികാര പരിധിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന ഹൈക്കോർട്ട് ഏതാണ് എന്നതാണ് ചോദ്യമെങ്കിൽ അത് ഗുവാഹട്ടി ഹൈക്കോർട്ടാണ്. അപ്പം ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ളത് അലഹബാദിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകളെ തൻ്റെ അധികാര പരിധിയിൽ ഉള്ള ഹൈക്കോർട്ട് ചോദിച്ചാൽ അത് ഗുവാഹട്ടി ഹൈക്കോർട്ടാണ്. 4 സ്റ്റേറ്റുകളാണ്: ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്. ഈ 4 സ്റ്റേറ്റിനും കൂടി ഒരു ഹൈക്കോർട്ടാണ് ഉള്ളത്. അതാണ് ഗുവാഹട്ടി ഹൈക്കോർട്ട്. അടുത്തത് ഫസ്റ്റ് വിമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നടാ? അത് ലീല സേത്ത് ആണ്. ലീല സേത്ത് ഹിമാചൽ പ്രദേശ് ഹൈക്കോർട്ടിലായിരുന്നു. അപ്പം ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഒരു ലേഡി ആ ചീഫ് ജസ്റ്റിസ് പൊസിഷനിൽ വരുന്നത്, ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആകുന്നത് ലീല സേത്ത് ആണ്. ഏത് ഹൈക്കോർട്ടാണ്? ഹിമാചൽ പ്രദേശിലെ ഹൈക്കോർട്ടാണ്. ഇനി ഫസ്റ്റ് വുമൺ ഹൈക്കോർട്ട് ജഡ്ജ് ആര് എന്ന് കേരള ജഡ്ജ് പദവിയിൽ വന്നത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടി എവിടത്തെയാണിടാ? കേരള ഹൈക്കോർട്ടിൻ്റെ ജഡ്ജായിരുന്നു. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഉള്ളത്. ഇവിടെ നമുക്ക് പറയേണ്ട ഒരു കാര്യം കൊണ്ട് ഹൈക്കോർട്ട് ആക്ട് കൊണ്ടുവന്നത് ലോർഡ് കാനിങ് ആണ് കേട്ടോ. ലോർഡ് കാനിങ് ആണ് ഹൈക്കോർട്ട് ആക്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഭാഗമായി 1862 3 ഹൈക്കോർട്ടുകളാണ് സ്ഥാപിച്ചത്. കൽക്കട്ട ഹൈക്കോർട്ട്, മദ്രാസ് ഹൈക്കോർട്ട്, ബോംബെ ഹൈക്കോർട്ട്. ഇതിൽ ഏറ്റവും പഴക്കമുള്ളത്, ആദ്യം നിലവിൽ വന്നത് എന്നൊക്കെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് കൽക്കട്ട ഹൈക്കോർട്ടാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യറി? എന്താണിടാ? സത്യമേവ ജയതയാണോ? യഥോ ധർമ്മസ്തോ ജയാണോ? ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്നതാണോ? വസുദൈവ കുടുംബകം ഏതാണ്? നമ്മൾ പഠിച്ചു അല്ലേ? യഥോ ധർമ്മ സ്തോ ജയ. എവിടെയാണ് ധർമ്മബോധവും നീതിബോധവും ഉള്ളത് അവിടെ എന്തുണ്ട്? അവിടെ വിജയമുണ്ട്. ഓക്കെ. Which article of the Constitution deals with the establishment of Supreme Court? സുപ്രീം കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 124 ആണ്. 124 to 147 ഏതാ? സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളെ കുറിച്ച് പരാമർശിക്കുന്നു. പാർട്ട് 5. അടുത്ത ക്വസ്റ്റ്യൻ: ഹു അപ്പോയിൻറ്റ്സ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്? സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം അല്ലേ? പ്രസിഡന്റ് ആണ് സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റ് ആണ് സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്? സുപ്രീം കോർട്ട് ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ് ഏതാണടാ? 65 വയസ്സാണ് അല്ലേ? 65 ഇയേഴ്സ് ആണ് സുപ്രീം കോർട്ട് ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ്. 62 ആരുടേതാണടാ? ഹൈക്കോർട്ട് അല്ലെ? ഹൈക്കോർട്ടിലാണോ ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് ചോദിച്ചാൽ അത് 62 ആണ്. Which article empowers the president to appoint ad hoc judges in the Supreme Court? സുപ്രീം കോർട്ടിൽ ad hoc ജഡ്ജസ്, അതായത് എന്തെങ്കിലും ടെമ്പററി പീരീഡ് ഓഫ് ടൈമിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി
ഹൈക്കോർട്ടിൽ നിന്ന് ജഡ്ജസിനെ സുപ്രീം കോർട്ടിലേക്ക് കൊണ്ടുവരും. ആ ഒരു ഇതാണ് അഡോക് ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഏത് ആർട്ടിക്കിളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ പഠിച്ചു അല്ലേ, 127 അഡോക് ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്? ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് ഏതാണെടാ? അത് ഗുവാഹട്ടി ഹൈക്കോർട്ടാണ് അല്ലേ. നമ്മൾ 4 സ്റ്റേറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഗുവാഹട്ടി ഹൈക്കോർട്ടാണ്. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെന്റ് റേസ്ഡ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ടു 62 ഇയേഴ്സ്? നമ്മൾ പറഞ്ഞു ആദ്യകാലങ്ങളിൽ 60 വയസ്സായിരുന്നു ഹൈക്കോർട്ട് ജഡ്ജിന്റെ വിരമിക്കൽ പ്രായം. പിന്നീട് അത് 62 വയസ്സായിട്ട് ഉയർത്തി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് അമെൻമെന്റ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? 15th അമെൻമെന്റ് ആണ് അല്ലേടാ. 15th അമെൻമെന്റ് ആണ് പ്രായം, ഹൈക്കോർട്ട് ജഡ്ജിന്റെ പ്രായം 62 ഉയർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. The 99th Constitutional Amendment Act was related to 99th Constitutional Amendment Act വന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 2014 ഒരു കൊളീജിയൽ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അത് വേണ്ട ഒരു പുതിയ അതോറിറ്റി വരെയാണ് NJAC അല്ലേ. ആ NJAC ഇനി മുതൽ ജഡ്ജസിനെ തീരുമാനിക്കുമെന്ന കോൺസെപ്റ്റ് വന്നു. പക്ഷേ 2015 സുപ്രീം കോടതി ഇതിനെ എന്ത് ചെയ്തു? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് വോയിഡ് ആണെന്ന് പരാമർശിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. അപ്പം 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്ന് ചോദിച്ചാൽ NJAC ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഗ്രാൻസ് ദി ഹൈക്കോർട്ട് ദ പവർ ടു ഇഷ്യൂ റിറ്റ്സ്? ഹൈക്കോർട്ടിന് റിറ്റ് പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെടാ? ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 32 ഏതാണ്? സുപ്രീം കോർട്ടിനാണ് അതിൻ്റെ അധികാര പരിധി കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 226 അത് ഹൈക്കോർട്ടിൻ്റെ. ഓർത്തോ. അടുത്ത ക്വസ്റ്റ്യൻ, which article allows the president to seek advisory opinion from the SC? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റിന് ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയുമായിട്ട് എന്ത് ചെയ്യാനുള്ള അഡ്വൈസ് ആവശ്യപ്പെടാനുള്ള അധികാരം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143 അതിനെക്കുറിച്ച് പരാമർശമുള്ളത്. The oath of the office of the High Court judges is administered by. അപ്പം ഇത് നമ്മൾ പറഞ്ഞു ഓത്ത് ആൻഡ് അഫർമേഷൻ. ഹൈക്കോർട്ട് ജസ്റ്റിസിന്റെ ഓത്ത് ആൻഡ് അഫർമേഷൻ ഏതിലാണ് നിക്ഷിപ്തം? പറയടാ. അത് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. എന്നാൽ സത്യപ്രതിജ്ഞ ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചാൽ അത് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. The High Court judges salary is paid from. ഹൈക്കോർട്ട് ജഡ്ജസിന്റെ സാലറി പെയ്ഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആണോ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് ആണോ? അതോ പ്ലാനിംഗ് കമ്മീഷൻ ആണോ? നമ്മൾ പറഞ്ഞിരുന്നു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയാലും ശരി ചീഫ് ജസ്റ്റിസിന്റെ ആയാലും ശരി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു എത്രയാണ് ഹൈക്കോർട്ട് ജസ്റ്റിസ്? 2,50,000 ആണ് അല്ലേ. 2,50,000 2,50,000 2,25,000 ആണ് ജഡ്ജസിന്റെ സാലറി എന്ന് പറയുന്നത്. ഈ സാലറി എവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു? ഈ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ മേക്സ് ഹൈക്കോർട്ട്സ് കോർട്ട് ഓഫ് റെക്കോർഡ്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോർട്ടിനെ കോർട്ട് ഓഫ് റെക്കോർഡായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 129 ആണോ? ആർട്ടിക്കിൾ 225 ആണോ? ആർട്ടിക്കിൾ 215 ആണോ? ആർട്ടിക്കിൾ 216 ആണോ? ഏതാണടാ? ആർട്ടിക്കിൾ 215 ആണല്ലേ കോർട്ട് ഓഫ് റെക്കോർഡ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ട് ആണെങ്കിലോ അത് ആർട്ടിക്കിൾ 129 ആണ്. കോർട്ട് ഓഫ് റെക്കോർഡ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നല്ലോണം പഠിക്കുക. വിച്ച് ഹൈക്കോർട്ട് ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ജഡ്ജസ്? താഴെ തന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ള
ഹൈക്കോർട്ട് ഏതാണ്? അലഹബാദ് ഹൈക്കോർട്ടാണ്. അലഹബാദ് ഹൈക്കോർട്ടിലാണ് ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ള. എന്നാൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകൾ തൻ്റെ അധികാര പരിധിയിലുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തി. ഇനി ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കുറേ ജഡ്ജസ് വരുമ്പം എന്താണ് ഭയങ്കര ബഹളമായിരിക്കും, അലഹബാദ് ബഹളം, അങ്ങനെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് വെച്ചാൽ മതി. അടുത്തത്, which high court has jurisdiction over the union territory of ലക്ഷദ്വീപ്? ലക്ഷദ്വീപ് എന്ന നമുക്ക് 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലേ, അത് ലക്ഷദ്വീപ് എന്ന യൂണിയൻ ടെറിട്ടറിയുടെ അധികാര പരിധി ഏത് ഹൈക്കോർട്ടിൽ നിക്ഷിപ്തമാണ്? അത് കേരള ഹൈക്കോർട്ടിൽ നിക്ഷിപ്തമാണ്. കേരള ഹൈക്കോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസേർഷനും റീസണും ആണ്. നോക്കാം. അസേർഷൻ ഇതാണ്: ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് എ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നു. റീസൺ പറയുന്നത് എ കോർട്ട് ഓഫ് റെക്കോർഡ് ഹാസ് ദ പവർ ടു പണിഷ് ഫോർ ഇറ്റ്സ് കണ്ടംപ്റ്റ് ആണ് പറയുന്നത്. ഇത് നമുക്കറിയാം, ആർട്ടിക്കിൾ 129 പറയുന്നുണ്ട് സുപ്രീം കോർട്ട് എന്താകുന്നുണ്ട്? കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം കോർട്ട് ഓഫ് റെക്കോർഡ് ആകുമ്പോൾ എന്താണ്? അതിൻ്റെ കീഴ്ക്കോടതികളുടെ അധികാര പരിധിയിൽ നിന്നും ലംഘിച്ചവർ അതിന് മുകളിലുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്താൽ ആർക്കതിന് ഇടപെടാനുള്ള അധികാരമുണ്ട്? തീർച്ചയായിട്ടും അതിൻ്റെ മേൽക്കോടതി എന്ന രീതിയിൽ സുപ്രീം കോർട്ടിന് കോർട്ട് ഓഫ് റെക്കോർഡ് എന്നുള്ള പദവി ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ എയും 6ഉം ശരിയാണ്. 6 എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പം എയും 6ഉം ശരിയാണ്, 6 കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അടുത്തത് അസേർഷൻ ഇതാണ്: ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ്സ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആണ്. റീസൺ: ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് സിലക്റ്റഡ് ബൈ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ പാർലമെന്റ് ആണ് എലക്ട് ചെയ്യുന്നത്. നമുക്കറിയാം അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, ശരിയാണ് അല്ലേ. പാർലമെന്റ് എന്ന് പറയുന്ന ബോഡിക്ക് ഇവിടെ വല്ല അധികാരവും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ആദ്യത്തേത് ശരിയാണ്, അസേർഷൻ ശരിയാണ്, പക്ഷെ അതിൻ്റെ റീസൺ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് ഈസ് എസെൻഷ്യൽ ടു ജുഡീഷ്യൽ റിവ്യൂ? അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ കൺട്രി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ സുപ്രീം ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ റൂളിംഗ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അധികാര പരിധി ഏറ്റവും കൂടുതൽ ആരിൽ നിക്ഷിപ്തമാണ്? സുപ്രീം കോർട്ടിൽ നിക്ഷിപ്തമാണ്. ദ ജുഡീഷ്യറി മസ്റ്റ് റൂൾ അഗെയിൻസ്റ്റ് എനി ലോ വിച്ച് ഇസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണോ? ദ ജുഡീഷ്യറി മസ്റ്റ് റൂൾ അഗെയിൻസ്റ്റ് എനി ലോ വിച്ച് ഇസ് ഇൻ കോൺഫ്ലിക്ട്. കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് ഏതെങ്കിലും ഒരു നിയമം വന്നാൽ തീർച്ചയായിട്ടും ജുഡീഷ്യറിക്ക് അതിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സുപ്രീം ലോ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലേ. റൂളിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് വരുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ആരാണ്? സുപ്രീം കോർട്ടാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറി അതായത് നിയമങ്ങൾ എന്തെങ്കിലും ഇതിനെതിരായിട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഫീൽ ചെയ്താൽ അത് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോർട്ടിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇതെല്ലാം ശരിയാണ്. 1, 2 and 3 എല്ലാം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം: ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു. അപ്പം ജുഡീഷ്യൽ റിവ്യൂ USA നിന്ന് കടമെടുത്ത അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത കോൺസെപ്റ്റാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്? ഡിക്ലെയർ ലാസ് പാസ്ഡ് ബൈ പാർലമെന്റ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, റിമൂവ് ദ പ്രസിഡന്റ് ഫ്രം ഓഫീസ് ഫോർ മിസ്കണ്ടക്ട്, അപ്പോയിന്റ് ജഡ്ജസ് ടു ദ ലോവർ കോർട്ട്, നൺ ഓഫ് ദി എബവ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ജുഡീഷ്യൽ റിവ്യൂവിലോട്ട് പറയുന്ന എന്താണ്? ഡിക്ലെയർ ലാസ് പാസ്ഡ് ബൈ പാർലമെന്റ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതെങ്കിലും നിയമങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ പാർലമെന്റോ കൊണ്ടുവരുന്നു, ആ നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ്, ദാറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ സുപ്രീം കോർട്ട് ഹാസ് ദ പവർ ടു സസ്പെൻഡ് സച്ച് ലോസ്. അങ്ങനത്തുള്ള ലോസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോർട്ടിനുണ്ട്. ഓക്കെ, അപ്പം ഏതാണ് ശരിയടാ? എ ശരിയായിട്ട് നമുക്ക് എടുക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫൈനൽ ഇന്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൈനൽ ഇന്റർപ്രറ്റർ ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസ് വരുമ്പം പ്രൊട്ടക്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതെല്ലാം കസ്റ്റോഡിയൻ എല്ലാം ആരാണ്? നമ്മുടെ സുപ്രീം കോർട്ടാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഫൈനൽ ഇന്റർപ്രറ്റർ ആര് തന്നെയാണ്? സുപ്രീം കോർട്ട് തന്നെയാണ്. അടുത്തത്, ഹൂ ഈസ് അതോറൈസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഹൈക്കോർട്ട്. അതായത് ഹൈക്കോർട്ടിൻ്റെ അധികാര പരിധി കൂട്ടാനുള്ള അധികാരം ആർക്കാണ്? അതായത് ഒരു ഹൈക്കോർട്ടിൻ്റെ അധികാര പരിധി ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിലേക്ക് അതിൻ്റെ അധികാര പരിധി, അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾക്ക് ഒരു സിംഗിൾ ഹൈക്കോർട്ട്, അല്ലെങ്കിൽ ചില യൂണിയൻ ടെറിട്ടറികൾ ചില ഹൈക്കോർട്ടിൻ്റെ കീഴിൽ വരുന്നു. അപ്പം ഇങ്ങനെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ്റെ അധികാരം ആരിലാണ്? പാർലമെൻറ്റിലാണ് അല്ലേ? പാർലമെൻറ്റല്ലേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടല്ലേ ഇതെല്ലാം എന്താണ് നിയമമായിട്ട് വരുന്നത്. അപ്പം അത് പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട്സ്. ഹൈക്കോർട്ടിന്റെ പവറുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരി ഏതാണ് എന്നതാണ് ചോദ്യം. ഇറ്റ് ക്യാൻ ഹിയർ അപ്പീൽസ് ഫ്രം ലോവർ കോർട്ട്സ്. ലോവർ കോർട്ട്സിന്റെ അപ്പീൽ ഹിയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇറ്റ് ക്യാൻ ഇഷ്യൂ റിറ്റ്സ് ഫോർ റീസ്റ്റോറിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആവശ്യമെങ്കിൽ റിറ്റുകൾ അല്ലേ, റിറ്റുകൾ എന്ത് ചെയ്യാനുള്ള നടപ്പിലാക്കാനുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്? ഹൈക്കോർട്ടിനുണ്ട്. ഇതിന് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇറ്റ് ക്യാൻ സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. എന്തെങ്കിലും യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ എന്താണ് പരിഹരിക്കാനുള്ള നിയമം ഹൈക്കോർട്ടിനുണ്ടോ എന്ന് നമുക്ക് നോക്കണം. It can advise the president on matters of public importance and law. ആവശ്യമെങ്കിൽ പ്രസിഡന്റിന് പബ്ലിക് ഇമ്പോർട്ടൻസ് നിയമപരമായിട്ടുള്ള ഉപദേശം കൊടുക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പറയുന്നത് പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ കണ്ടതുകൊണ്ട് പറയുന്നു, നമ്മൾ റിറ്റ് അധികാരം നമ്മൾ എടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ബ്രിട്ടനിൽ നിന്നാണ് റിറ്റ് അധികാരം നമ്മൾ എടുക്കുന്നത്. ഹൈക്കോർട്ടിൻ്റെ റിറ്റ് അധികാരം 226-ലും സുപ്രീം കോർട്ടിൻ്റെത് 32-ലും നിക്ഷിപ്തമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹൈക്കോർട്ടിൻ്റെ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, ശ്രദ്ധിക്കാം. അപ്പം ലോവർ കോർട്ട്സിൻ്റെ അപ്പീൽ അത് ശരിയാണല്ലേ? ഇത് ശരിയല്ലേടാ? ഇത് ശരിയാണ്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലെവലിൽ എന്തെങ്കിലും കേസ് വന്നാൽ അതിലെന്താണ്, അതിനധികാരം ആർക്കുണ്ട്? ഹൈക്കോർട്ടിന് തീർച്ചയായിട്ടും ഉണ്ട്. യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സുകൾ, അതായത് തർക്കങ്ങൾ പരിഹരിക്കാൻ ഹൈക്കോർട്ടിന് അധികാരമുണ്ടോടാ? ഇല്ല. അത് സുപ്രീം കോർട്ടിലാണ് നിക്ഷിപ്തം അല്ലേ? അതുപോലെ തന്നെ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള അധികാരം ഹൈക്കോർട്ടിനുണ്ടോ? ഇല്ല, സുപ്രീം കോർട്ടിനുണ്ടല്ലേ? ആർട്ടിക്കിൾ 123 പ്രകാരം സുപ്രീം കോർട്ടിന് എന്തുണ്ട്? 143 പ്രകാരം സുപ്രീം കോർട്ടിന് ആ അധികാരമുണ്ട്. ഹൈക്കോർട്ടിനുണ്ടാടാ? ഇല്ല, ഹൈക്കോർട്ടിന് അധികാരമില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് അല്ലേ? ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്ടാ? 1 and 2 ഓൺലി. Name the constitutional article that deals with the original jurisdiction of the Supreme Court. നമ്മൾ സുപ്രീം കോർട്ടിൻ്റെ പല ജൂറിസ്ഡിക്ഷൻ അധികാര പരിധികളായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, റിവൈസറി, അപ്പിലേറ്റ്, ഒറിജിനൽ, അങ്ങനെ കുറച്ച് പറഞ്ഞു അല്ലേ. അപ്പം അതിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണെടാ? ആർട്ടിക്കിൾ 131 ആർട്ടിക്കിൾ 131 അല്ലേ? ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. പാർട്ട് 5 പറയുന്നു. അപ്പം നിങ്ങളത് ഓർത്ത് വയ്ക്കുക. അപ്പം 131 എന്ത് പറയുന്നു? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ്റെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്നു. The main block of the Supreme Court building of India was designed by which of the following architect? എടാ ആരാണെടാ സുപ്രീം കോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ബ്ലോക്കിനെ ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ് ആരാണ്? അത് ഗണേഷ് ബിക്കാജി ദിയോ ലാലിക്കർ ആണ്. ഗണേഷ് ബിക്കാജി എന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹമാണ് സുപ്രീം കോർട്ട് ബിൽഡിങ്ങിൻ്റെ മെയിൻ ബ്ലോക്ക് ഡിസൈൻ ചെയ്തത്. അടുത്തത്, ദ പവർ ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് കം അണ്ടർ വിച്ച് ജൂറിസ്ഡിക്ഷൻ? ഇതിൽ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ് മുകളിൽ പറയുന്നത്? എന്താണ്? തർക്കങ്ങൾ, സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ സുപ്രീം കോടതിക്ക് തൻ്റെ അധികാര പരിധി ഉപയോഗിച്ച് അതിലേക്ക് വരാൻ സാധിക്കും. അത് ഏതാണെന്ന് അറിയാമോടാ? അതാണ്
ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ വെച്ചാണ്. ആർട്ടിക്കിൾ 131 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം, ഹു വിൽ ബി ഇൻ ദ ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ when both the president of India and vice president of India has become vacant? പ്രസിഡന്റിന്റെ പൊസിഷനും വൈസ് പ്രസിഡന്റ് പൊസിഷനും രണ്ട് ചെയറും വേക്കൻ്റ് ആണ് എങ്കിൽ ആരാണ് തൽക്കാലം അവിടെ ആക്ട് ചെയ്യുന്നത്? അവിടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആര് നിൽക്കും? ആരാണടാ? ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. നമ്മുടെ മുഹമ്മദ് ഹിദായത്തുള്ളയെ പഠിച്ചു അല്ലേ? ആദ്യമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? അത് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the power of increasing the number of judges in the Supreme Court of India is vested in. സുപ്രീം കോർട്ടിലെ നമ്പർ ഓഫ് ജഡ്ജസിനെ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള അധികാരം ആരിലാണ് ഉള്ളത്? നമുക്കറിയാം പാർലമെന്റിനാണ് നമ്പർ ഓഫ് ജഡ്ജസിനെ, സുപ്രീം കോർട്ടിലെ നമ്പർ ഓഫ് ജഡ്ജസിന്റെ നമ്പർ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള അധികാരം ആർക്കാണടാ? പാർലമെന്റിനാണ്. നിലവിൽ 33 ജഡ്ജും ഒരു ചീഫ് ജസ്റ്റിസും, ടോട്ടൽ 34 ആണ് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ഇത് നിലവിലാണ്. 2025 1950 ഇത് 8 ആയിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തൊരു അസേർഷനും റീസണുമാണ്, നോ മിനിമം ഏജ് ഇസ് പ്രിസ്ക്രൈബ് ഫോർ ദ അപ്പോയിൻമെന്റ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അതൊരു വ്യക്തിയെ ജഡ്ജായി നിയമിക്കും, സുപ്രീം കോടതിന് ജഡ്ജായിട്ട് നിയമിക്കുന്നതിന് പ്രത്യേകം ഒരു ഏജ് ബാർ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അല്ലേ? 65 വയസ്സ് പൂർത്തിയാക്കും വരെ അദ്ദേഹത്തിന് സേവനം അനുഷ്ഠിക്കാം. പക്ഷേ ഏത് വയസ്സിലാണ് ഇദ്ദേഹത്തിനെ അത് ചുമതലപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പിന്നെന്ത് പറയുന്നു? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഇസ് മെൻഷൻ ഇൻ ആർട്ടിക്കിൾ 149 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 149 പരാമർശിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ ഒന്നാമത്തെ കാര്യം ശരിയാണ് അല്ലേ? അസേർഷൻ ശരിയാണ്. പക്ഷെ റീസൺ ആണെങ്കിലോ? റീസൺ തെറ്റാണ്. അസേർഷൻ എന്തുകൊണ്ട് ശരിയായി? പൂർത്തിയാക്കുന്ന പറയുന്നുണ്ട് 65 വയസ്സാണെന്ന്. പക്ഷേ ഏത് പ്രായത്തിലാണ് ആ പോസ്റ്റിലേക്ക് വരുന്നത് എന്ന് പ്രത്യേകം പരാമർശിക്കുന്നില്ല. ഇനി 149 അല്ലടാ, ആർട്ടിക്കിൾ 131 ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പം റീസൺ തെറ്റാണ്. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അടുത്തത്, വിമൻ ഓഫ് ദ വേൾഡ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് യുവർ ചെയിൻസ്. ഹൂ മോഡിഫൈഡ് കാൾ മാർക്സ് സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ദിസ് in connection with the 50% reservation for women in the judiciary? കാൾ മാർക്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. വിമൻ ഓഫ് ദ വേൾഡ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് യുവർ ചെയിൻസ്. അപ്പം ഇതിനെ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റിനെ മോഡിഫൈ ചെയ്ത് 50% റിസർവേഷൻ, സ്ത്രീകൾക്ക് 50% റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യം വാദിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് എന്നതാണ് ചോദ്യം. ആരാണിടാ? ചീഫ് ജസ്റ്റിസ് NV രമണയാണ്. അപ്പൊ കാൾ മാർക്സിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് 50% റിസർവേഷൻ സ്ത്രീകൾക്ക് എന്ന കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്ത വ്യക്തിയാണ് ചീഫ് ജസ്റ്റിസ് NV രമണ. In the year 2000, a commission to review the working of the Indian Constitution was appointed under the chairmanship of a retired Chief Justice of the Supreme Court. ആരാണടാ? 2000 ഒരു കമ്മീഷൻ വന്നല്ലേ? എന്താണ് ആ കമ്മീഷന്റെ ഉദ്ദേശം? ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വർക്കിങ്ങിനെ ഇത് ആരുടെ ചെയർമാൻഷിപ്പിലാണ് വന്നത്? ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിന്റെ ചെയർമാൻഷിപ്പിലാണ് ഇത് വന്നത്. ആരാണ് അദ്ദേഹം? അദ്ദേഹമാണ് ജസ്റ്റിസ് വെങ്കട ചെല്ലയ്യ. ആരാണടാ? ജസ്റ്റിസ് വെങ്കട ചെല്ലയ്യ. Who gave the first proposal for a constitution of India? ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായി വാദിച്ചത് ആരാണ്? നമുക്കറിയാം MN റോയി ആണ് ഹിന്ദു പാട്രിയോട്ട് എന്ന തന്റെ പുസ്തകത്തിലൂടെ ഇത് ആദ്യമായി അവകാശപ്പെട്ടത്. ഇനിയും ആദ്യമായിട്ടൊരു പാർട്ടി, ഏത് പാർട്ടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്? അത് സ്വരാജ് പാർട്ടി. 1923 ജനുവരി 1 ആരൊക്കെ? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ഫോം ചെയ്ത പാർട്ടിയാണ് ആദ്യമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇനി INC സെക്ഷൻ ഫസ്റ്റ് ഡിമാൻഡഡ്. അപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായി ഡിമാൻഡ് ചെയ്ത, അതായത് ഒഫീഷ്യലി അല്ല കേട്ടോ,
ആദ്യമായി അവരുടെ ചർച്ചയിൽ വന്നു എന്ന് പറഞ്ഞാൽ 1935 ബോംബെ സെക്ഷൻ ആയിരുന്നു. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പിന്നീട് അത് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തത് 1936 നടന്ന ഫൈസ്പൂർ സെക്ഷനിലായിരുന്നു. അതിൻ്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 6 ഡിസംബർ 1946 ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946 ന്യൂഡൽഹിയിൽ വച്ച് നടന്നു. ഇതിന്റെ ടെമ്പററി ചെയർമാൻ ആയിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പിന്നീട് 11 ഡിസംബർ 1946 വന്ന മീറ്റിംഗ് അല്ലെങ്കിൽ അന്ന സെക്ഷനിൽ രാജേന്ദ്ര പ്രസാദിനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമുക്കറിയില്ലേ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ, അദ്ദേഹത്തെ എന്താക്കി മാറ്റി, അതിൻ്റെ പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് ആക്കി മാറ്റി. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയാലേ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കോൺസെപ്റ്റ് എഴുതി തയ്യാറാക്കാൻ നിയമിക്കപ്പെട്ട ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 29 ഓക്കെ. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒരു 7 മെമ്പർ കമ്മിറ്റി ആയിരുന്നു ഇത്. 7 മെമ്പേഴ്സ് ആയിരുന്നു ഇതിലുള്ളത്. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രിപ്രൂവ്ഡ് ബൈ ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കി ഇതിനെ സമർപ്പിക്കപ്പെട്ടത് അപ്രൂവ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് 26 നവംബർ 1949 ആണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, 26 നവംബർ 1949 ആണ്. 1949. അതുകൊണ്ട് തന്നെ നമ്മൾ 26 നവംബറിനെ എന്താക്കി ഇത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാഷണൽ ലോ ഡേ ആക്കി കൺസിഡർ ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഒരു ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. With reference to the Citizenship Act 1955, consider the following. The modes of acquiring the citizenship of India. ഇതിൽ താഴെ പറയുന്നതിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി 1955 സിറ്റിസൺഷിപ്പ് ആക്ട് വന്നത് ശ്രദ്ധിക്കുക, അത് ഓർത്തു വയ്ക്കുക. അപ്പം പൗരാവകാശ നിയമം 1955 പറയുന്നതനുസരിച്ച് താഴെ പറയുന്ന ഏതൊക്കെ രീതികളിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്? ബർത്ത്, ഡിസൻറ്റ്, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ. ഏതാണടാ? ഇതെല്ലാം തന്നെ വരുന്നതാണ് അല്ലേ. ബർത്ത് ഉണ്ട്, ഡിസൻറ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ വഴി നാച്ചുറലൈസേഷൻ. ഈ 4 രീതിയിലും ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. അപ്പം എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മുടെ ആൻസർ. വേസ് ഓഫ് ലോസിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. 3 രീതിയിലാണ് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാകുന്നത്. ഏതൊക്കെയാണടാ അത്? റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പം ഒന്ന് ഷഫിൾ ചെയ്ത് തരും, മറ്റേതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കൺഫ്യൂഷൻ വരാതെ ശ്രദ്ധിക്കുക. ഇത് RTD എന്ന് വല്ലതും വെച്ച് വയ്ക്കുക. റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. അപ്പം ഈ 3 രീതിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളത്. അടുത്തത് ഇന്ത്യയുടെ പ്രിയാമ്പിൾ, ഫാദർ ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ ആരാണടാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ് അല്ലേ. എന്നാൽ പ്രിയാമ്പിളിൻ്റെ ഫാദർ ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ കൊണ്ടുവന്നത് ആരാണടാ? അത് ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത്. പിന്നീട് അത് ഇന്ത്യയുടെ പ്രിയാമ്പിൾ ആക്കി മാറ്റുകയാണ്. പ്രിയാമ്പിൾ ഒരേ ഒരു പ്രാവശ്യമാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് 42nd അമെൻമെൻറ്റിലാണ് കേട്ടോ. 42nd അമെൻമെൻറ്റിലാണ് പ്രിയാമ്പിളിനെ ഒരേ ഒരു പ്രാവശ്യം അമെൻഡ് ചെയ്തത്. ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ് പിന്നീട് പ്രിയാമ്പിളായിട്ട് മാറുന്നത്. ഇത് കൊണ്ടുവന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമുക്കറിയാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് ഇന്ന് നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത് അല്ലേ. നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇപ്പോൾ നമ്മൾ ലീഗൽ റൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലീഗൽ റൈറ്റ് 300A പരാമർശമുള്ള ലീഗൽ റൈറ്റ് ആണ് അല്ലേ. 44th അമെൻമെന്റ് ആക്ട് 1978 വഴി റൈറ്റ് ടു പ്രോപ്പർട്ടിയെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഇന്ന് അത് 300A പരാമർശം ഉള്ളത്. ബാക്കി നോക്കാം. 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി.
19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം. 23, 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 25 മുതൽ 28 വരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. 29, 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ. ഇതിൻ്റെ ഡീപ്പായിട്ട് പോയ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കൊരു റിവിഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ട് വന്നതാണ് അല്ലേ, മഹാത്മാഗാന്ധി കി ജയ് എന്ന പ്രഖ്യാപനത്തോടു കൂടി അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ട് വന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതുകൊണ്ട് പറയുന്നു. ഓക്കെ, ഇനി ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ഗ്യാരണ്ടി ചെയ്യുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 15, 16, 19, 29, 30. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. 15, 16, 19, 29, 30. 15 ആർട്ടിക്കിൾ 15, 16, 19, 29 ആൻഡ് 30. ഇത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം അവകാശപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഏത് എന്ന് എടുത്തു ചോദിച്ചാൽ ഈ 5 കൃത്യമായിട്ട് ഓർക്കുക. അടുത്തത്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഇത് ഏത് ആർട്ടിക്കിളിലാണ് പരാമർശമുള്ളത്? ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ അത് ഏത് ആർട്ടിക്കിളിലാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന പരാമർശമുള്ളത്? അത് ആർട്ടിക്കിൾ 21. നിങ്ങൾ ആ 1 വെച്ചിട്ട് ലോ എന്നല്ലോ ഒന്ന് കൺസിഡർ ചെയ്തൊന്ന് പഠിച്ചു വയ്ക്കും. കുറച്ച് ബോറോഡാണ്, ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുണ്ട്. കുറച്ച് മാത്രം നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. USA നിന്നുമാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രീആംബിൾ, ജുഡീഷ്യൽ റിവ്യൂ, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കോൺസെപ്റ്റ് നമ്മൾ എടുത്തത് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. USA നിന്നാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് അമേരിക്കയ്ക്കാണ്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളത് നമുക്കുമാണ്. ഇനി ബ്രിട്ടനിൽ നിന്ന് നമ്മൾ റിട്ട് എടുത്തു. റിട്ടേൺ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇതെല്ലാം കടംകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ അയർലൻഡിൽ നിന്നുമാണ്. സ്ഥിരമായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടത്? അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. അയർലൻഡിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കടം കൊണ്ടിരിക്കുന്നത് അല്ലേ. പാർട്ട് 4 ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. ഓക്കെ, ഇനി കാനഡയിൽ നിന്നുമാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം, യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഫെഡറൽ സിസ്റ്റം, ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ കാനഡയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ അടുത്തത് ഓസ്ട്രേലിയയിൽ ജോയിന്റ് സിറ്റിംഗ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ജോയിന്റ് സിറ്റിംഗും കൺകറന്റ് ലിസ്റ്റും എടുത്തിരിക്കുന്നത്. റഷ്യയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ, 4A, 51A, ഇത് ആർട്ടിക്കിൾ 51A, പാർട്ട് 4A, ഇതെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ. നമുക്ക് നിലവിൽ 11 ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നുമാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A, ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചാൽ 4A എന്തിൻ്റെ പരാമർശമുള്ളത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെ പരാമർശം ഉള്ളത്. അത് ഓർത്ത് വയ്ക്കുക. 42nd അമെൻമെൻറ്റിൽ 1976 നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന കോൺസെപ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസാണുണ്ട്. നിലവിൽ നമുക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസാണ് ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അമെൻമെന്റ് എന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലെ. അമെൻമെന്റ് എന്ന കോൺസെപ്റ്റ് നമുക്കറിയാം, വെറുതെ നമുക്ക് ഒരു നിയമത്തെ കൊണ്ടുവരാൻ പറ്റില്ല. അത് ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, അത് പ്രസിഡന്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ അതിനെ നമ്മൾ എന്തായിട്ട് പറയുള്ളൂ? ഒരു പുതിയ നിയമം അത് ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. അപ്പം അങ്ങനെ ഉള്ള അമെൻമെന്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ഫ്രാൻസിൽ നിന്നുമാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന കോൺസെപ്റ്റ് എടുത്തത്. എവിടെ നിന്നാണ്? അത് ഫ്രാൻസിൽ നിന്നാണ്.
എമർജൻസി എന്ന കോൺസെപ്റ്റ് നമ്മൾ ജർമ്മനി രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ജർമ്മനി എഴുതുക. അത് മാത്രമല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എമർജൻസിയെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് രാജ്യങ്ങളുടെ പേര് ചോദിച്ചാൽ നമുക്ക് ജർമ്മനിയിലേക്ക് അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യുക. എമർജൻസി ജർമ്മനിയിലാണ്, ജർമ്മനിയിൽ നിന്നാണ് എമർജൻസി എന്ന കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ജുഡീഷ്യൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 8th പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് സഹകാരി റൈസ് പ്ലസിലൂടെ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.